ഇസ്രായേൽ ഈ ലോകകപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ക്വാളിഫൈ ചെയ്യപ്പെട്ടാൽ ഞങ്ങളിതിൽ കളിക്കാനില്ല എന്ന് സ്പെയിൻ എന്ന് പറഞ്ഞ രാഷ്ട്രം പ്രഖ്യാപിക്കുകയാണ്. അതിൽ പരമൊരു ഭ്രഷ്ട ഒരു രാജ്യം ഏറ്റുവാങ്ങാനുണ്ടോ? ആ രാഷ്ട്രത്തിന് നായകൻ UN പോയി പ്രസംഗിക്കുമ്പോൾ പ്രതിനിധികളായ മറ്റു പല രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ഇറങ്ങിപ്പോവുകയാണ്. അതിൽ പലമൊരു ഭ്രഷ്ട് അനുഭവിക്കാനുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള ബോംബിട്ട് എത്രയോ പേരെ കൊന്നാലും നിങ്ങൾക്ക് ലോകത്തിനടുവിൽ നിങ്ങൾക്ക് വല്ല വില എന്താണ്? അമേരിക്കയുടെ സംരക്ഷണയിൽ നിങ്ങൾ വീഴാതെ പിടിച്ചു നിൽക്കുന്നു. മാന്യമായിട്ട് 2 മണിക്കൂർ കുറച്ച് പറക്കാൻ നിങ്ങൾക്കൊരു വ്യോമപാത ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല. കാരണം ഒരു എമർജൻസി ലാൻഡിംഗ് വേണ്ടി വന്ന് അവിടെ ഇറങ്ങിയാൽ അപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പ്രിവിലേജസ് ഒന്നുമില്ല. രാജ്യങ്ങളുമായി ഉണ്ടായിരുന്ന മെച്ചപ്പെട്ട ബന്ധങ്ങൾ പലതും നഷ്ടപ്പെട്ടു. പല രാജ്യങ്ങളും ഇവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയോ എംബസികൾ പൂട്ടിക്കളയുകയോ പോലും ചെയ്തു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇതൊരു നിർണായക സന്ധിയാണ്. കാരണം ഫലസ്തീൻ എന്ന രാഷ്ട്രം ആവശ്യമുണ്ടെന്നും അത് ഞങ്ങളുടെ ജന്മാവകാശമാണെന്നും പ്രഖ്യാപിച്ചവരാണ്. ഒക്ടോബർ 7 ആ അറ്റാക്ക് നടത്തിയ ആൾക്കാർ, തർക്കമില്ല. ആ അറ്റാക്ക് നടത്താനുണ്ടായ കാരണം ഞങ്ങളുടെ രാഷ്ട്ര ആശയത്തെ അവഗണിച്ചുകൊണ്ട് ഞങ്ങളെ ഇസ്രായേലിൻ്റെ അടിമത്തൊഴുത്താക്കി മാറ്റിയിട്ട് നിങ്ങളെല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച് ലോകം ഉണ്ടാക്കി പോകാൻ പോവാണോ? അപ്പോൾ ഞങ്ങളുടെ ഐഡൻറ്റിറ്റിക്ക് എന്താണ് വില? ഞങ്ങളിവിടെ ജനിച്ചു വീണ മനുഷ്യർക്ക് എന്താണ് വില? ഞങ്ങളെ എക്കാലവും ഇസ്രായേൽ അവരുടെ കാലിനടിയിൽ ചവിട്ടി മതിച്ചുകൊണ്ടിരിക്കണം. അത് ചോദിക്കാൻ ആരുമില്ല. ഞങ്ങൾക്കൊരു രാജ്യവുമില്ല, ഞങ്ങൾക്കൊരു പാസ്പോർട്ടുമില്ല, ഞങ്ങൾക്ക് സൈന്യമില്ല, ഞങ്ങൾക്ക് റോഡും ഒന്നുമില്ല. എല്ലാം നിങ്ങൾ. ഇതിനെ മറന്നുകൊണ്ട് അവർ നടത്തിയുള്ള ഒരു കംഫർട്ട് യാത്രയാണല്ലോ. അത് പൊളിക്കാൻ നടത്തിയ അറ്റാക്കാണ്. ആ അറ്റാക്കിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 20 പുതിയ രാജ്യങ്ങൾ അംഗീകരിക്കുന്നു. മൊത്തം രാജ്യങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ കൂടുതൽ ലോകത്ത് ഒറ്റപ്പെടുന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൺക്ലൂഷൻ.